എങ്ങനെയാണ് ആഫ്രിക്കയിൽ ഒരു ബിസിനസ് എത്തിപ്പെട്ടത്? ബേസിക്കലി ഞാനൊരു മറൈനർ ആയിരുന്നു. അപ്പം ഞാൻ US-ലായിരുന്നു കൂടുതൽ കാലം. US-ലും അതനുസരിച്ചുള്ള കുറെ രാജ്യങ്ങൾ, ഏകദേശം 32 രാജ്യങ്ങളിലായിട്ടായിരുന്നു എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവരെയും തോന്നുന്ന പോലെ അമേരിക്കയിൽ ബിസിനസ് ചെയ്യണം, യൂറോപ്പിൽ ബിസിനസ് ചെയ്യണം എന്നൊക്കെ തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എൻ്റെ യൂറോപ്യൻ ഫ്രണ്ട്സ് പലരും, കാരണം ഞാൻ 60 ഡിഫറെന്റ് നാഷണാലിറ്റീസുമായിട്ടാണ് ഒന്നിച്ച് ജോലി ചെയ്തിരുന്നത്. അപ്പൊ ഇവരിൽ പലരും ആഫ്രിക്ക എന്ന് പറഞ്ഞ ബിസിനസ്സിന് പോകുന്നത്. അപ്പൊ ഞാൻ യൂറോപ്പിലുള്ളവർ എന്തിനാണ് ആഫ്രിക്കയിൽ പോയി ബിസിനസ് ചെയ്യുന്നത്? അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഇവര് പലരും അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയപ്പം ഈ ഡെവലപ്പ് ആകാത്ത സ്ഥലത്താണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. എല്ലാം തികഞ്ഞ നാടിന് നമ്മളെ വലിയ ആവശ്യമില്ല. അതാണ് ആഫ്രിക്കയിലെ ഒരു സംസ്കാരത്തെ കുറിച്ച്, അവിടുത്തെ ജനങ്ങളെ പറ്റിയുള്ള ഒരു അനുഭവം എന്താണ്? നമ്മൾ കാണുന്നതിനപ്പുറം അല്ലെങ്കിൽ കഥകളിൽ കേൾക്കുന്നതിനപ്പുറം വളരെ നല്ല മനുഷ്യരാണ്. വളരെ നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ ഇൻസിഡന്റ് പറയാം. ഇപ്പൊ നിങ്ങൾ സെനഗൽ, എന്റെ ഫസ്റ്റ് ഞാൻ ആഫ്രിക്കയിൽ ഒരു ബിസിനസ് തുടങ്ങിയ രാജ്യമാണ് സെനഗൽ എന്ന് പറയുന്നത്. ഇപ്പൊ സെനഗലില് നിങ്ങൾ ചെന്നിട്ട് ഒരാളോട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ ആദ്യം ഹലോ, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, ഇത്രയും നിങ്ങളെ ഗ്രീറ്റ് ചെയ്തിട്ട് മാത്രമേ തിരിച്ച് സംസാരിക്കുള്ളൂ. അത് സെനഗലിന്റെ ഒരു സംസ്കാരമാണ്. Life never be the same again.